ദൈവത്തിന് സ്തോത്രം. ഏവർക്കും ഒരിക്കൽ കൂടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിന്റെ മാധുര്യ നാമത്തിൽ സ്നേഹ വന്ദനം. 2 തെസ്സലോനിക്ക ലേഖനം 1:6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ പ്രകാരം വായിക്കുന്നു. കർത്താവായ യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോടുകൂടെ ആശ്വാസവും പകരം നൽകുന്നത് ദൈവസന്നിധിയിൽ നീതിയല്ലോ. ഇവിടെ ദൈവ സാന്നിധ്യത്തിന്റെ അടയാളമായിട്ട് അഗ്നിയെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. മനുഷ്യന്റെ ഉൽപ്പത്തി മുതൽ അവന് അഗ്നി ഉപയോഗിച്ചിരുന്നതായിട്ടും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഹാബേലിന്റെ യാഗം അതിന് തെളിവ് നമുക്ക് തരികയും ചെയ്യുന്നുണ്ട്. ഗ്രേക്കുകാരുടെ ചതുർഭൂതങ്ങളിലും ഭാരതീയരുടെ പഞ്ചഭൂതങ്ങളിലും ഒന്നാത്രേ അഗ്നി എന്നുള്ളത്. വേദങ്ങളിൽ പ്രഥമമായ ഋഗ്വേദം ആരംഭിക്കുന്നത് തന്നെ അത് അഗ്നിസൂത്രം കൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതുമാണ്. ഹോമയാഗങ്ങൾ അത് ദഹിപ്പിക്കുന്നത് അഗ്നിയിലായിരുന്നു എന്ന് പഴയ നിയമത്തിൽ നമുക്ക് കാണാവുന്നതാണ്. ഈ യാഗാനുഷ്ഠാനം യാഗപീഠത്തിൽ അണയാതെ ആ അഗ്നിയായി തുടർന്ന് യാഗാഗ്നിയിൽ മൃഗത്തിന്റെ മേധസ് എരിഞ്ഞ് അത് ബാഷ്പമായി തീരുകയാണ് ചെയ്യുന്നത്. ഇത് യാഗമർപ്പിച്ച മനുഷ്യന്റെ ആത്മാവിന് തുല്യമായി ദൈവസന്നിധിയിൽ അവന്റെ ഹൃദയത്തെ പകരുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അതിന് അടയാളമായിട്ടാണ് അപ്രകാരം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. യാഗപീഠത്തിലെ അഗ്നി മേലിൽ നിന്ന് അത് ദൈവം അയക്കുന്നതാണ്. അത് ദൈവത്തിന്റെ അല്ലെങ്കിൽ ദൈവം പ്രസാദിച്ചു എന്നതിന് തെളിവാണ്. അതാണ് ലേവ്യ പുസ്തകം 6:9, 13, 9:24, 1 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 21:6, 2 ദിനവൃത്താന്തം 7:1. ഇവിടെയെല്ലാം നമുക്ക് നോക്കിയാൽ അത് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്ന യാഥാർത്ഥ്യങ്ങളാണ്. യാഗപീഠത്തിലെ അഗ്നി ഒരിക്കലും അണയുവാനായിട്ട് അത് പാടില്ല. ദൈവത്തിന്റെ ഉടമ്പടി ബന്ധം ജനൻ രാത്രിയോ പകലോ അത് നിർത്തുവാനായിട്ട് പാടുള്ളതല്ല. യാഗപീഠത്തിൽ നിന്നല്ലാതെ ലഭിക്കുന്ന അഗ്നി അത് അന്യാഗ്നിയായിട്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. നമുക്ക് അഹരോന്റെ പുത്രന്മാർ ദൈവം അവരോട് കൽപ്പിക്കാത്ത അന്യാഗ്നി യാഗപീഠത്തിൽ കത്തിച്ചു. അതിന്റെ ഫലമായിട്ട് ദൈവം അവരെ ദഹിപ്പിച്ചു കളയുന്നത്, നാദാബ്, അബീഹൂം തുടങ്ങിയവരെ ദൈവം ദഹിപ്പിച്ചു കളയുന്നു. അവരോട് പറയാത്ത ധൂപവർഗങ്ങളൊക്കെ അവരെടുത്തിട്ട് അന്യാഗ്നി അവർ കത്തിപ്പാനായിട്ടിടയായി തീർന്നു. ലേവ്യ പുസ്തകം 10:1, 2 വാക്യങ്ങളിലും സംഖ്യാപുസ്തകം 3:4, 26:61 വാക്യങ്ങളിലുമൊക്കെ അത് നമുക്ക് പരിശോധിച്ചാൽ കാണാവുന്ന കാര്യമാണ്. അതെ, ദൈവത്തെ നമ്മൾ സേവിക്കുമ്പോൾ വളരെ ഭയഭക്തിയോടെ, വളരെ നിർമ്മലതയോടെ, വളരെ വിശുദ്ധിയോടെ വേണം ദൈവത്തെ ആരാധിക്കുവാനും. ദൈവിക ശുശ്രൂഷ ചെയ്യുന്നവർ വളരെ ഭക്തിയോടുകൂടെ, പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ അങ്ങനെയുള്ള യാഗപീഠത്തിൽ നിന്ന് ശുശ്രൂഷ ചെയ്യുന്നുവെങ്കിൽ ഇന്ന് പുതിയ നിയമത്തിലെ മഹാപുരോഹിത വർഗമായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തിരിക്കുകയാണ്. വിലപ്പെട്ട ദൈവദാസന്മാരെ, അഭിഷിക്തരെയൊക്കെ ദൈവം കാലാകാലങ്ങളിൽ നേതൃനിരകളിലും സഭയുടെ ഇടയന്മാരായിട്ടും മറ്റുമൊക്കെ ദൈവമാക്കി വെക്കുന്നുണ്ട്. അതല്ലാതെ ചിലപ്പോൾ പണത്തിന്റെ മിടുക്ക് കൊണ്ടും ആളിന്റെ സ്വാധീനം കൊണ്ടും കൈക്കൂലി കൊടുത്തുകൊണ്ടുമൊക്കെ ഓരോ സ്ഥാനങ്ങളിൽ കയറിപ്പറ്റിക്കൊണ്ട് ദൈവമാക്കാതെ ഈ അഹ്റോന്റെ പുത്രന്മാർ ചെയ്തതുപോലെ ചില നാദാബും അബീഹൂബുമാരും ഇന്ന് ആത്മീക ഗോളത്തിൽ വിലസുന്നുണ്ട് എന്നുള്ളത് മറച്ചു വെക്കുവാൻ പറ്റാത്ത യാഥാർത്ഥ്യമാണ്. എന്നാൽ
സർവശക്തനായ ദൈവം ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട്. അതേ ദൈവ സാന്നിധ്യത്തിന്റെ അടയാളം കൂടിയാണ് ഈ അഗ്നി. അത് ദഹിപ്പിക്കുന്ന അഗ്നി ആയിട്ട് ഒരു വശത്തിരിക്കുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുന്നവർക്ക് അത് ദൈവപ്രസാദമാകുന്ന ദൈവിക സാന്നിധ്യത്തിന്റെ അഗ്നി കൂടിയാണ്. അതാണ് പരിശുദ്ധാത്മാവിനെ നമ്മളിലേക്ക് പകർന്നു തന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭക്തിയോടും അപ്പോൾ തന്നെ വിറയലോടും കൂടെ കർത്താവിന്റെ സന്നിധിയിൽ വിശുദ്ധ സേവ ചെയ്യുവാനായിട്ട് നമ്മെ ഓരോരുത്തരെയും ഏൽപ്പിച്ചു കൊടുക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. കല്യാണ മകൾ ദിനത്തിൽ തന്റെ